നമ്മൾ സ്കൂളിൽ പോകുന്നത് എന്തിനാ? പഠിക്കാൻ. കോളേജിൽ പോകുന്നത് എന്തിനാ? പഠിക്കാൻ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ജോലിക്ക് പോകുന്നത് എന്തിനാ? നമ്മൾ കറക്റ്റ് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സ്കൂളിലും കോളേജിലും നമ്മൾ പഠിക്കേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് പഠിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് കാര്യത്തിനാണ് നമ്മൾ അവിടെ ചെന്നത്? ഡിഗ്രി സമ്പാദിക്കാനാണോ? അത് കിട്ടില്ല. നമ്മൾ 10ാം ക്ലാസ് പാസ്സാവാനാണോ? +2 പാസ്സാവാനാണോ? അത് ചെയ്യില്ല. അപ്പോ ആ ഒരു സമയത്ത് ഉത്തരവാദിത്തത്തോടു കൂടി ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട മിനിമം കാര്യങ്ങളായ പഠനം എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ ചെയ്തില്ലെങ്കിൽ പോകെ പോകെ നമ്മുടെ കരിയറും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും കോഞ്ഞാട്ടയായി പോകുന്നുള്ള കാര്യം ഷുവറാണ്. ഞാൻ ഈ പറയുന്നത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യമല്ല. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവരുടെ ജീവിതം സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വളരെ നല്ലൊരു ഡയറക്ഷനിലോട്ട് നീക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നേരെ മറിച്ച് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് വരെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ അവരുടെ പഠന സമയത്ത് പ്രോപ്പർ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ലൈഫ് എന്ത് തന്നെയായാലും അത്ര ബെറ്റർ ആയിരിക്കില്ല എന്നുള്ളത് ഷുവറാണ്. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ. അതായത് ഉത്തരവാദിത്തത്തിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഞാൻ മാസാണേ എന്നും പറഞ്ഞ് അടിപിടിക്ക് നടക്കുക, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, എന്ത് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ പോകണം, എന്ത് ചെയ്താൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ലൈഫിൽ എന്ന് ചിന്തിക്കാതെ ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്ന ചിത്രമാണ് അശ്വത് മാരിമുത്തു സംവിധാനം ചെയ്ത നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ബോഡി ടൈപ്പും അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ഒരു ആ ആക്ടിംഗ് ഒക്കെ ഉള്ള നമ്മുടെ സ്വന്തം പ്രദീപ് രംഗനാഥൻ ഹീറോ ആയ ഏറ്റവും പുതിയ സിനിമയാണ് ഡ്രാഗൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്തരത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എല്ലാം കുറുക്കു വഴികളിലൂടെ നേടാൻ തൻ്റെ മാക്സിമം എഫേർട്ട് കൊടുക്കും. നോട്ട് ചെയ്യണം, കുറുക്കു വഴിയിലൂടെ നേടാൻ തൻ്റെ മാക്സിമം എഫേർട്ട് കൊടുത്ത് അദ്ദേഹം ഒരു പൊസിഷനിൽ എത്തും. എന്നിരുന്നാലും ആ എത്തുന്ന ആ ഒരു പൊസിഷൻ ലാസ്റ്റിംഗ് ഇല്ല, അതായത് കാലങ്ങളോളം തന്റെ കൂടെ നിലനിൽക്കുന്നില്ല എന്നുള്ള ആ ഒരു സത്യം അദ്ദേഹം മനസ്സിലാക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള ജീവിതം തുടങ്ങുന്നത്. അത്തരത്തിൽ നമുക്ക് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു കഥയാണ് ഡ്രാഗൻ്റേത്. അത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നതിൽ അശ്വത് മാരിമുത്തു എന്ന് പറയുന്ന സംവിധായകന് വളരെ മനോഹരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മുന്നേ വന്ന പടമായ ഓമൈ കടവുളെ എന്നുള്ള സിനിമ, ആ സിനിമയുടെ ആ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ തമിഴ് ഇൻഡസ്ട്രി പോട്ടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ജോണറും അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റും ഉള്ള ഒരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ പുതുമയുള്ള ഒരു എന്താ പറയാ റീബർത്ത് ദൈവവും ആയിട്ടുള്ള ഒരു ഇന്റർലിങ്ക് ഉള്ള തരത്തിലുള്ള ഒരു കഥയൊക്കെ ആയിരുന്നു. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. ആ ഒരു സംവിധായകൻ തന്നെ ഈ സിനിമ കൊണ്ട് വരുമ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ ആ ഒരു സിനിമാ പ്രേക്ഷകൻ ഒരു 95% ഹാപ്പി ആക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ പ്രദീപ് രംഗനാഥന്റെ പെർഫോമൻസ് തന്നെയാണ്. പലയിടങ്ങളിൽ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആയാലും നടനായാലും ആളുകൾക്ക് അംഗീകരിക്കാൻ ഒരു മടിയുള്ളത് പോലെ പല പല കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മുഖ സാദൃശ്യം ടു ധനുഷ്, ആ ഒരു സംഭവം അവിടെ കിടക്കുന്നത് കൊണ്ട് പല ആളുകളും ധനുഷിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് പ്രദീപ് രംഗനാഥൻ ചെയ്യുന്നത് എന്നൊരു വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മാനറിസങ്ങൾ പുതിയ പുതിയ സിറ്റുവേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അത് മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ. അതിപ്പോ ആക്ഷൻ ആയാലും കോമഡി ആയാലും കോമഡിയിലെ ടൈമിംഗ് ആയാലും അതുപോലെ തന്നെ സെന്റിമെന്റൽ സീൻസ് ആയാലും എല്ലാം ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ സ്വന്തം തോളിൽ ഒറ്റയാൾ പോരാട്ടം അല്ലെങ്കിൽ ഒരു വൺ മാൻ ഷോ ആയിട്ട് ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കേൾപ്പുള്ള ഒരു നടൻ തന്നെയാണ് പ്രദീപ് രംഗനാഥൻ. അതുപോലെ തന്നെ മറ്റൊരു പെർഫോമൻസ് ആണ് നമ്മുടെ അനുപമ പരമേശ്വരന്റെ. വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു കാമ്പുള്ള ഒരു ക്യാരക്ടർ കിട്ടിയെന്ന് എനിക്ക് തോന്നി. അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സീനിൽ നമ്മുടെ അനുപമ വരുന്ന അദ്ദേഹം സെക്കൻഡ് ഇൻട്രൊഡക്ഷൻ വരുന്ന ഒരു സമയത്ത് പ്രേമത്തിന്റെ ഒരു റെഫറൻസ് ഉള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഒരു നായികയായിട്ട് വന്നിട്ടുള്ളത് കയാതു ലോഹറാണ്. അദ്ദേഹം വന്നു പോകുന്ന സീനിലേക്ക് നമുക്ക് ഇങ്ങനെ സ്ക്രീനിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കാം പാകത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നായികയാണ് അദ്ദേഹം. ഇനി ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് കിട്ടും. കാരണം ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, ലൈക്ക് ബ്യൂട്ടി പ്ലസ് ആക്ടിങ് എന്നുള്ള സാധനം, ആക്ടിങ് ഇനി ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ ആ ബ്യൂട്ടി എന്നുള്ള ആ സംഭവം കൂടി മിങ്കിൾ ചെയ്ത് വരുന്ന സമയത്ത്
നെക്സ്റ്റ് ഒരു 5 yearsൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു നായികയായി തന്നെ കായാ ജോഹർ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വളരെ ഫൺ മൂഡിൽ, നിങ്ങൾ ഒരു റീസെന്റ് കോളേജ് ഔട്ട് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് കോളേജിൽ ചേർന്ന വ്യക്തി, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു സ്കൂൾ വിദ്യാർത്ഥി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ സിനിമയിൽ വരുന്ന ആ കഥ റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു സോഷ്യൽ മെസ്സേജ് തരുന്ന ഒരു സിനിമ കൂടിയാണ്. അത് സോഷ്യൽ മെസ്സേജ് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടല്ല തരുന്നത്, വളരെ സിനിമാറ്റിക് ആയിട്ട് നമുക്ക് എൻജോയബിൾ ആയിട്ട് നമുക്ക് സന്തോഷിച്ച് ചിരിച്ച് ഉല്ലസിച്ച് കണ്ട് വരാൻ പാകത്തിലുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ ആയിട്ടാണ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ ഒരുക്കിയിട്ടുള്ളത്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.